ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആട്ടിൻകുഞ്ഞുങ്ങളുടെ പരിചരണമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. എന്തെന്ന് വെച്ചാൽ പ്രസവിച്ച് കഴിഞ്ഞ ചെറിയ ആട്ടിൻകുഞ്ഞുങ്ങൾ നല്ല ആരോഗ്യക്കുറവുള്ള കുട്ടികളുണ്ടാവും. അവരെ എങ്ങനെ രക്ഷപ്പെടുത്തി എടുക്കാം എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അനുഭവം പറയുന്നവരൊക്കെ ഉണ്ട്, നമ്മളോട് ചോദിക്കാറുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെ അവരെന്നോട് പറയാറുണ്ട് കേട്ടോ, ഞാൻ എന്നെ പോലെ ചെയ്തപ്പോൾ അത് മാറി കിട്ടിയെന്നൊക്കെ. അപ്പോൾ അത് നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. എൻ്റെ ഒരു പിഗ്മിയാട് പ്രസവിച്ചിട്ടേ എൻ്റെ ഒരു കുട്ടി എഴുന്നേൽക്കുന്നില്ല, പാല് കുടിക്കുന്നില്ല. ഞാനൊരു ദിവസം ഫില്ലറിലൊക്കെ പാല് കൊടുത്തു. സിങ്കോവിറ്റ് ഇങ്ങനെ ഒരു തുള്ളി 2 തുള്ളി ദിവസം കൊടുക്കും ഒരു നേരം. ഇപ്പോൾ പാല് കുടിക്കാൻ നടക്കാനൊക്കെ തുടങ്ങി. പോയി വിചാരിച്ചതാ. അപ്പോൾ എണീക്കാൻ കഴിയാതെ പോയി എന്ന് വിചാരിച്ച ആട്ടിൻകുഞ്ഞിനെ രക്ഷപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിച്ചു. എന്താണെന്ന് വെച്ചാൽ പ്രസവിച്ച പിന്നെ പാൽ കുടിക്കാനോ എണീക്കാനോ ഒന്നും കഴിയാതെ നിന്നിരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഫില്ലർ എടുത്തിട്ട് നമ്മൾ പാല് കറക്റ്റായിട്ട് കൊടുക്കുക. കറന്നിട്ട് അവർക്ക് സ്വയം കുടിക്കാൻ കഴിയില്ലെങ്കിൽ ബോട്ടിലാക്കിയിട്ടോ സിറിഞ്ചിലാക്കിയിട്ടോ സ്പില്ലറിലാക്കിയിട്ടോ ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് പാല് കൊടുക്കുക. അതോടൊപ്പം തന്നെ സിനിക്കോവിറ്റിൻ്റെ ഡ്രോപ്പ് ഉണ്ട്, ഞാൻ വീഡിയോയുടെ സൈഡിലായിട്ട് അത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു തുള്ളി മരുന്ന് കുഞ്ഞു കുട്ടികളാണെങ്കിൽ 1 തുള്ളി 2 തുള്ളി വെച്ചിട്ട് ദിവസം ഒരു നേരം കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അവരുടെ ആ ഒരു ആരോഗ്യ പ്രശ്നത്തിൽ നിന്നും നല്ല ഉഷാറായിട്ട് വരാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ അമ്മയുടെ പാല് കറക്റ്റായിട്ട് കൊടുക്കുക. അതോടൊപ്പം സിൻകോവിറ്റിൻ്റെ 1 തുള്ളി 2 തുള്ളി അത്ര മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ അവരുടെ ആ ഒരു ആരോഗ്യക്കുറവൊക്കെ പരിഹരിച്ച് നല്ലപോലെ ഉഷാറായിട്ട് അവരെണീക്കാനും ഓടാനും പാല് കുടിക്കാനും ഒക്കെ തുടങ്ങുന്നതാണ്. അപ്പം അങ്ങനെ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയവരാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതാണ് ചെറിയ ആട്ടിൻകുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന സിൻകോവിറ്റിൻ്റെ തുള്ളിമരുന്ന്. മൾട്ടി വിറ്റാമിനൊക്കെ അടങ്ങിയിട്ടുള്ള നല്ല തുള്ളിമരുന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ചെറിയ ആട്ടിൻകുഞ്ഞുങ്ങൾക്ക് പ്രസവശേഷം ഒരു 2-3 ദിവസമൊക്കെ ആയിക്കഴിഞ്ഞാൽ 1 തുള്ളി വെച്ചിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആട്ടിൻകുഞ്ഞുങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് വരും. ചില കുട്ടികൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ 2-3 കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതിൽ ഒരെണ്ണത്തിന് ചിലപ്പോൾ നല്ല ആരോഗ്യക്കുറവുണ്ടാവും. പിന്നെ എന്തായാലും ഗർഭസമയത്ത് ആടുകൾക്ക് ഒരു 3.5 മാസമൊക്കെ ആകുമ്പോൾ 3-ാമത്തെ മാസത്തിലും 4-ാമത്തെ മാസത്തിലും TT ഇഞ്ചക്ഷൻ എടുക്കണമെന്നാണ് ഡോക്ടർമാർ പറയാറുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരെണ്ണെങ്കിലും എടുത്തിരിക്കണം. ഒരു 3 മാസം കഴിഞ്ഞിട്ട് 4-ാമത്തെ മാസത്തിലുള്ള ഒരെണ്ണെങ്കിലും എടുത്തിരിക്കുക. 2 എണ്ണം എടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ടെറ്റനസ് പോലുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ടെറ്റനസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. പ്രസവശേഷം കുഞ്ഞുങ്ങൾ അങ്ങ് കിടന്നുപോയി അത് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ എപ്പോഴാണെങ്കിലും നിങ്ങൾ ആടുകൾ ഗർഭിണി ആയിരിക്കുമ്പോൾ നല്ലപോലെ ഫുഡൊക്കെ കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ എന്നാലാണ് പ്രസവശേഷം അവർക്ക് നല്ലപോലെ പാലൊക്കെ ഉണ്ടാവുള്ളൂ. അതുപോലെ കുഞ്ഞുങ്ങളെ നല്ലപോലെ പാല് കുടിപ്പിക്കുക. അപ്പോൾ അവർ 3 മാസം കറക്റ്റായിട്ട് നല്ലപോലെ പാല് കുടിക്കുമ്പോൾ ആ ഒരു പാലിൻ്റെ ഗുണം കൊണ്ട് തന്നെ അവർ ഉഷാറായിട്ട് വരുന്നതാണ്. മാഷാ അല്ലാ. പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും സെയിലിനായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാവുന്നതാണ്. നമ്മുടെ ആ ഒരു ചാനലിൻ്റെ പച്ച ഐക്കണിൽ പോയി കഴിഞ്ഞാൽ അതിൽ നിങ്ങളൊന്ന് തൊട്ടാൽ മതി കേട്ടോ. പച്ച നിറത്തിലുള്ള ഒരു റൗണ്ടിൽ കാണാം വീഡിയോ കാണുമ്പോൾ താഴെ. അതിൽ തൊട്ട് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ചാനലിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അതിൽ ഒരുപാട് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് സെയിലിനായിട്ടുള്ളത് ഇടനിലക്കാരില്ലാതെ നേരിട്ട് കച്ചവടം നടത്താം. അപ്പോൾ അതിൻ്റെ വാട്സപ്പിലേക്ക് നിങ്ങൾ അയച്ചാൽ മതി കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും കച്ചവടത്തിനായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണം. പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് നല്ല ലിവർ ടോണിക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ്. ആയുർവേദിക് ലിവർ ടോണിക്കുകൾ, കഴുത്തിൽ കെട്ടാവുന്ന നല്ല ചന്തമുള്ള ബെൽറ്റുകൾ, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. വീട്ടാവശ്യത്തിനുള്ളതും കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ളതും ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. അതൊക്കെ വാങ്ങാനായിട്ട് വീഡിയോയുടെ താഴെ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ അതിലൊന്ന് കയറിയിട്ട് നോക്കണം. അഡ്രസ്സ് മാത്രം കൊടുത്താൽ മതി, സാധനം വീട്ടിൽ കൊണ്ടുവന്ന് തരുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ആടുകളെ വാങ്ങിക്കാനായിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എപ്പോഴും കണ്ടാൽ മതി കേട്ടോ. അതിൽ എല്ലാ ആടുകളും വരാറുണ്ട്. ഗർഭിണി ആടുകൾ, മുട്ടനാടുകൾ, ചെറിയ കുട്ടികൾ, അതുപോലെ പാലുള്ള ആടുകൾ എല്ലാം വരാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലും സെയിലിനായിട്ടുള്ളത് നമുക്ക് അയച്ചു തരാവുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ലിവർ ടോണിക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ആടുകളുടെ പരിചരണമായിട്ടുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഉണ്ടാവുന്നതാണ്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഹൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്